വയനാട്ടിൽ പണിമുടക്ക് ഭാഗികമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ദീർഘദൂര അന്തർ സംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തുന്നു. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, വയനാട്ടിൽ എങ്ങനെയാണ് പണിമുടക്ക് ബാധിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദീപക്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. വയനാട്ടിൽ ഹർത്താൽ പണിമുടക്ക് പൂർണ്ണമായി ബാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കടകമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ ഈ വഴി പോകുന്നുണ്ട്. ഒപ്പം അന്തർ സംസ്ഥാന വാഹനങ്ങളും അതേപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ അടക്കമുള്ള ബസ്സുകൾ കടത്തിവിടുന്നുണ്ട്. പ്രതിഷേധം എന്നുള്ള രീതിയിൽ പലയിടങ്ങളിലും ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു 10 മണിയോടുകൂടി കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഒക്കെ ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലികൾ പണിമുടക്ക് അനുകൂലികളും എത്തും എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റ നഗരത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ജോലിക്കായി, ഈ കെട്ടിട നിർമ്മാണ ജോലിക്കൊക്കെ ആയി വയനാട്ടിലെത്തി കൽപ്പറ്റയിലൊക്കെ വരുന്ന ആളുകളാണ്. പക്ഷേ ഇവരൊന്നും തന്നെ ഹർത്താൽ ഉണ്ട് എന്നുള്ള കാര്യം, പണിമുടക്കാണ് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ ജോലിക്കൊക്കെയായി എത്തിയ ആളുകളാണ്. നിലവിൽ ഈ കൽപ്പറ്റയിൽ പോലീസ് സംഘങ്ങളുണ്ട്. അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ നിരവധി ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദീർഘദൂര ബസ്സുകളൊക്കെ ഉണ്ട്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരേക്കും മൈസൂരേക്കും ഒക്കെയുള്ള KSRTC ബസ്സുകൾ ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം, ഇന്ന് ഹർത്താലാണെന്ന് അറിഞ്ഞോ? ഇത് പഠിക്കുമെന്നാണോ? അവർക്ക് ഹോട്ടലിലൊക്കെ ഭക്ഷണം കിട്ടുമോ? എവിടെയെങ്കിലും പണിയില്ല, ഇന്ന് നിൽക്കുന്നു. ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് എവിടുന്ന ഭക്ഷണം കഴിക്കുക? കഴിക്കണ്ടേ വരും. താമസിക്കുന്നത് നമ്മൾ എമിലി. എവിടുന്നാ വരുന്നത്? എവിടെയാ നാട്? എവിടെയാ? ഗുണ്ടൽപേട്ട. പെട്ടെന്ന് ജോലിക്ക് വന്നിരിക്കുക. ഇവിടെ തന്നെ ഡെയിലി കാങ്ക്രീറ്റാണ്. അതായത് രാവിലെ ഇവർ ഒരു 6:00 കൂടിയൊക്കെ ഈ മേഖലകളിൽ വന്ന് നിൽക്കും. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം, സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകളുണ്ട്. ഇത്തരത്തിൽ കെട്ടിട നിർമ്മാണ ജോലിക്കൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവരെ സമീപിച്ച് ഇവിടെ നിന്ന് ജോലിക്കായി കൂട്ടിക്കൊണ്ട് പോകാറാണ്. എവിടുന്നാ വരുന്നേ? ചാമരാജനഗർ, കർണാടക ചാമരാജനഗർ. ഇന്ന് പണിമുടക്കാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ജോലി ഉണ്ടാവുമല്ലോ? ജോലി ഇല്ല സാറേ, ജോലി ഇല്ല. ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യും? കഞ്ഞി കുടിച്ചിട്ട് പിന്നെ വീട്ടിലെ റൂമിൽ കാണും. ഇന്ന് ജോലിക്ക് വിളിക്കാൻ ആരെങ്കിലും വരുന്നില്ല പ്രതീക്ഷയിൽ വന്നാണോ? ഇല്ല, ഇന്നും ആരും വരുന്നില്ല. അതാണ് ഇവരുടെ സാഹചര്യം. അവർ ഈ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കൂ. അവർക്ക് ഇതിനെ കുറിച്ച് ധാരണയുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയാമല്ലോ. ഈ പണിമുടക്കിനെ കുറിച്ച് അവർക്ക് അറിയുമോ? എവിടെ നിന്നാ വരുന്നേ? തമിഴ്നാട് സാർ. ഇന്ന് പണിമുടക്കാണെന്ന് അറിയോ? ഇന്നലെ തന്നെ അറിയും സാർ. ഇന്ന് നിങ്ങൾ വന്നിട്ട് എങ്ങനെയാ? അപ്പോൾ പേടി ഉണ്ടാവും, സാധനം മേടിച്ച് പോകാനോ വന്ന്. പണിമുടക്ക് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? സപ്പോർട്ടാണോ ഓപ്പോസിറ്റ് ആണോ? ഞങ്ങൾക്ക് സപ്പോർട്ടൊന്നും ഇവിടെ ആരില്ല സാർ. ഞങ്ങൾ പണിക്ക് പോവാ വരിക, ഇല്ലാതെ സപ്പോർട്ടിനൊന്നും ആരുമില്ല. ഹർത്താലിന് സപ്പോർട്ടാണോ? ഇല്ല സാർ. നമുക്ക് സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സാറേ, നമ്മൾ പണിക്ക് ജീവിക്കാൻ വേണ്ടി വന്ന്, പക്ഷെ പണിയില്ല. ബസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇന്ന് ബസ് ആണെങ്കിൽ ഞങ്ങൾക്ക് പണിയുണ്ടായിരുന്നു. ഇന്ന് ഹർത്താളല്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂല. ಚಾಮರಾಜನಗರ. ಕೆಲಸ ಅರುಣ್കുമാർ, ನಾನು ಕನ್ನಡದಲ್ಲಾണ് ചോദിക്കുന്നത്. ಕೆಲಸ ಇಲ್ಲ ಅಂದ್ರೆ ಹರ್ತಾಲ್ ಅಂದ್ರೆ ನೀವು ಆಪೋಸಿಟ್ ಇಲ್ಲ ಸಪೋರ್ಟ್ ಮಾಡ್ತೀಯಾ? ಯಾರಿಗೆ ಸಪೋರ್ಟ್ ಮಾಡೋದು? ನಮಗೆ ಸಪೋರ್ಟ್ ಮಾಡೋರೇ ಇಲ್ಲ. ನಾವು ಮಾಡ್ತೀವಿ. ನಮಗೆ ಸಪೋರ್ಟ್ ಮಾಡೋರಿಲ್ಲ. ನಮಗೆ ಮಾಡಿದ್ರೆ ನಾವು ಮಾಡ್ತೀವಿ. അതായത് അവർ പറയുന്നത് തൊഴിലാളികൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിൽ ഭരണകൂടം നിൽക്കുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ തൊഴിലാളികൾ നിൽക്കും എന്നാണ് അവരിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ജോലിയുണ്ടോ? ഇന്ന് പണിയുണ്ടോ? പണിയില്ല സാറേ, പണിയില്ല. ഇന്ന് ബസ്സില്ല, അതുകൊണ്ടാണ് മഴയാണ്. അതെല്ലാം ഇടപാടെല്ലാം പണിയില്ല. ഹർത്താൽ സപ്പോർട്ടാണോ ഓപ്പോസിറ്റ് ആണോ? ചേട്ടാ, നമുക്ക് ഇത് തോന്നുന്നുണ്ട് അത് ചെയ്യും, പക്ഷേ സപ്പോർട്ട് തന്നെ. ഹർത്താൽ ഇന്നലെ നമുക്കിവിടെ ബസ് സമരമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരുപാട് പണികളെല്ലാം പോയിരുന്നു. കാരണം നമുക്ക് ഒരു വാഹനങ്ങൾ വിളിച്ചു പോയിട്ടൊരു പണിക്ക് പോകാനുള്ള ഒരു സാമ്പത്തിക ഇത് നമുക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉള്ള കോൺക്രീറ്റ് പണി മഴ പെയ്യുന്നുണ്ട്. എനിക്ക് അവരെ മഴയിൽ നിർത്തണ്ട ദീപക്. എന്നാലും അവര് തൊഴിലാളികളുടെ കാര്യത്തിൽ അതെ, ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവരും ഇന്നിപ്പോൾ പണിക്കൊക്കെ പോകാം എന്ന് കരുതി വന്നവരാണ്. പക്ഷേ കാര്യമായ പണിയില്ല. ഇന്നത്തെ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. ഏകദേശം ഈ സമയത്തൊക്കെ പണിക്ക് പോകുന്ന ഇവർക്കൊക്കെ കോൺട്രാക്ടർമാർ വന്ന് വിളിച്ചുകൊണ്ട് പോവേണ്ടതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പണിയില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും അവരുടെ തൊഴിൽ വിറ്റ് ജീവിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമരമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ പല തൊഴിലാളികളും പറയുന്നത്, ഇന്ന് പണി കിട്ടിയാൽ, ഇന്ന് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം, ഇന്നത്തെ ദിവസം പണിയില്ലെങ്കിൽ ഇന്ന് ശമ്പളവുമില്ല എന്നുള്ളതാണ്.